എല്ലാവർക്കും നമസ്കാരം. അപ്പൊ വിഷയം എന്താണെന്ന് വെച്ചാൽ സജന, ഫിറോസ്, റസൂൽ പൂക്കുട്ടി, ദിയാസന ഈ വിഷയമാണ്. അപ്പൊ ഇത് അപരാധം, അവീതം എന്നൊക്കെ പറയാം. താല്പര്യമുള്ളവർ മാത്രമേ കേൾക്കാവുള്ളൂ. അല്ലാത്തൊരു ചാനൽ എടുത്തു കഴിയുമ്പോൾ ഇതാണ് വിഷയം, പോട്ടെ എന്നും പറഞ്ഞു അപ്പൊ തന്നെ അങ്ങ് സ്കിപ്പ് ചെയ്ത് ഇറങ്ങിപ്പോകുക. അതേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇപ്പൊ സോഷ്യൽ മീഡിയ ഉള്ള കണ്ടന്റൊക്കെയാണ് എടുക്കുക, അല്ലെ അമ്മ സംഘടന അത് ഇത്, അല്ലെ പിന്നെ എടുത്ത വിഷയങ്ങളൊക്കെയാണ് ഞാൻ നോക്കിയിട്ട്. അപ്പൊ ഇതാണ് ഉള്ളത്. ഇതിന്റെ അകത്തൊരു പ്രത്യേകത എന്നുള്ള എന്താണെന്ന് വെച്ചാൽ നാദിറയും ദിയാസനയും കൂടെ സംസാരിക്കുന്നതിന്റെ അകത്ത് ദിയാസന പറയുന്ന ഒരു കാര്യമുണ്ട്. പുള്ളിക്കാരത്തി ഇപ്പൊ പോലീസ് സംരക്ഷണയെ കഴിയുന്ന മാതിരിയാണ് കഴിയുന്നത്. ആ സ്വാതന്ത്ര്യം പോകത്തില്ലേ അങ്ങനെ കഴിഞ്ഞാൽ. അതായത് പുള്ളിക്കാരത്തിയുടെ വലിയ ഒരു ശത്രുവായ ഒരാളെ കൂട്ടുപിടിച്ച് സജനയും റസൂൽ പൂക്കുട്ടിയും കൂടെ ദിയാസനെ ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള ശ്രമം ആരംഭിച്ചിട്ടുണ്ട്. അപ്പൊ അത്രയ്ക്ക് സൂക്ഷിച്ചു കഴിയേണ്ട ഒരു അവസ്ഥയാണ്. കാരണം അവരുടെ വിഷയം മറ്റൊന്നുമല്ല, അവരുടേതായ കുറെ കാര്യങ്ങളും രഹസ്യങ്ങളും ഒക്കെ ഉണ്ട്. അത് പുള്ളിക്കാരത്ത് പുറത്ത് വിട്ടാലുണ്ടാവുന്ന ഭവിഷ്യത്തോർത്താണ്. അത് നമുക്ക് ആദ്യമേ തന്നെ അറിയാം. സജന വീഡിയോ ഇടുന്നു, നിർത്തുന്നു, അപ്പൊ തന്നെ റിമൂവ് ചെയ്യുന്നു, പിന്നെയും റസൂൽ പൂക്കുട്ടിയായിട്ട് വീഡിയോ ഇടുന്നു, പ്രഗ്നന്റ് ആണെന്ന് തോന്നുന്നു, അപ്പൊ തന്നെ റിമൂവ് ചെയ്യുന്നു, ഡിലീറ്റ് ആകുന്നു, പിന്നെ ഹാക്ക് ചെയ്യുന്നു പറയുന്നു. ഇതിന്റെ എല്ലാം കാരണം എന്താണെന്ന് വെച്ചാൽ പബ്ലിക്കിനെ റസൂൽ പൂക്കുട്ടിക്കുള്ള ഭയം കൊണ്ടാണ്. പക്ഷെ അങ്ങേര് ചെയ്യാവുന്നതിന്റെ മാക്സിമം ചെയ്യുന്നു. ഇനി എന്ത് പോകാനാന്നുള്ളതാണ് മറ്റൊരു കാര്യം. ഇനി ഒന്നും പോകാനില്ല. അപ്പം ആദ്യമേ നമുക്ക് ദിയാസന ഭയപ്പെടുന്ന കാര്യമൊന്നും കേൾക്കാം. അത് കഴിഞ്ഞ് ദിയാസന റസൂൽ പൂക്കുട്ടിയും സജനയൊക്കെ പറ്റി പറയുന്ന ഇന്നലെ ഇട്ട ലൈവിന്റെ അകത്തെ ഭാഗം കേൾക്കാം. കൺഫ്യൂസ് ആവുന്നത് ഒന്നുമില്ലെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഇവർ ഇങ്ങനെയൊക്കെ പറയുന്നത്? എന്തോ ഉണ്ട്, ഒന്നുമില്ല. കാര്യം റസൂൽ പൂക്കുട്ടി സജന എന്ന് പറയുന്ന ഫാക്റ്റായിട്ടുള്ള ആ വിഷയത്തെ മറയ്ക്കുക. അതിനകത്ത് ഒരുപാട് വിഷയങ്ങളുണ്ട്. അത് ഞാൻ പൊതുസമൂഹത്തിൽ വന്ന് പറയുമെന്ന് പറഞ്ഞു. ഇനി ഒരുപാട് തെളിവുകളുണ്ട്, അതിനെപ്പറ്റി സംസാരിക്കുമെന്ന് ഞാൻ പറഞ്ഞു. അത് ആളുകളൊക്കെ വളരെ വലിയ രീതിയിൽ അത് ചർച്ചയാകുന്ന വിഷയങ്ങളാണ് അറിഞ്ഞത്. കാരണം അത് പുറത്തേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഇത്. ഇന്നലെ എനിക്കെതിരെ എൻ്റെ വീട്ടിലേക്ക് തന്നെ എനിക്ക് ത്രെട്ടനിങ് കോൾ ഉണ്ടായി. ഞാൻ ഈ വിഷയത്തിൻ്റെ കൂടെ എടുത്തുന്നതാണത്. എനിക്കൊരു ത്രെട്ടനിങ് കോൾ ഉണ്ടായി. എന്നെ രാത്രിയിൽ ഫോൺ വിളിക്കുന്നു. എന്നെ വളരെ മോശപ്പെട്ട രീതിയിൽ ഈ MDMA അലിഗേഷൻ പറഞ്ഞു മറ്റുമൊക്കെ. എൻ്റെ മുന്നേ ഞാൻ കൊടുത്ത ഒരു കേസിലെ പ്രതിയാണ് എന്നെ വിളിച്ചത്. അയാൾ എന്നെ വലിയ രീതിയിൽ ത്രെട്ടനിങ് ചെയ്യുന്നു. മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ നിന്ന് രാത്രിയിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാരൻ വിളിക്കുന്നു. ആ പോലീസുകാരനെയും തെറി വിളിക്കുന്നു. അപ്പോൾ അവർക്ക് കൃത്യമായി മനസ്സിലായി ഇതൊരു വലിയ ത്രെട്ടനിങ് ആണ്. എവിടെയോ പരിസരത്ത് എവിടെയോ പറയുന്നത് MDMA കൊണ്ടുവാ, നിന്റെ മകനെയും നിന്നെയും കൊന്നുകളയും, നിന്നെ ജീവിക്കാൻ അനുവദിക്കില്ല. പറയുന്നത് ഇങ്ങനെയാണ്, നിന്റെ ജീവിതത്തിൽ നീ വിചാരിക്കും വേറെ ആളുകൾ നിന്നെ അറ്റാക്ക് ചെയ്യുന്നത്. ഒരിക്കലുമില്ല, ഞാനാണ് നിന്നെ അറ്റാക്ക് ചെയ്യാൻ പോകുന്നത്. ഒരാൾക്കും അതിനകത്ത് പങ്കുവരില്ല. ആ രീതിയിൽ ഞാൻ നിന്നെ തീർത്ത് കളയുന്നു. അപ്പോൾ അതായത് അതിനനുസരിച്ചുള്ള കൊട്ടേഷനാണ് ഫിക്സ് ചെയ്ത് വെച്ചേക്കുന്നത്. ഇത് ഞാൻ പറയാൻ റീസൺ, 2 ദിവസം മുമ്പ് ഇന്നലെ മിനിങ്ങാണ് എൻ്റെ ഫ്ലാറ്റിൻ്റെ താഴെയുള്ളൊരു കുട്ടി ഇടയ്ക്ക് അവരുടെ അടുത്തേക്ക് വരും സജന. അവരെ വിളിച്ചിട്ട് സജന പറയാണ് ദിയാസനയുടെ ഫ്ലാറ്റിൻ്റെ നമ്പർ എത്രയാണ്. കാരണം എൻ്റെ വീട്ടിൽ പോലും സജന ഇതുവരെ വന്നിട്ടില്ല. യഥാർത്ഥത്തിൽ എൻ്റെ ഫ്ലാറ്റിൽ എത്ര റൂംസുകളുണ്ടെന്ന് ചോദിക്കുകയാണ്. ഇതൊക്കെ എന്തിനായിരുന്നു അങ്ങനെ ചോദിക്കുന്നത്? ഇപ്പോൾ അഡ്രസ്സ് ചോദിക്കണമെന്നുണ്ടെങ്കിൽ ഒരു കേസ് കൊടുക്കാമെന്ന് വിചാരിക്കുക. എൻ്റെ ഫ്ലാറ്റിൻ്റെ നമ്പർ, എൻ്റെ ഫ്ലാറ്റിൽ എത്ര റൂമുണ്ട് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ തന്നെ പേടിക്കേണ്ടതില്ലേ? അപ്പോൾ ഇന്ന് ഏത് രീതിയിലും കൊടുക്കും, അല്ലെന്നുണ്ടെങ്കിൽ ഏത് രീതിയിൽ എന്നെ അറ്റാക്ക് ചെയ്യുമെന്നുള്ള പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു എയിം, ഒരു തീരുമാനം സജന എടുത്ത് വെച്ചിരിക്കുന്നു. ഞാനിപ്പോൾ ഫുൾ സെക്യൂരിറ്റിയിലാണ് ജീവിക്കുന്നത്. എൻ്റെ ജീവിത സ്വാതന്ത്ര്യത്തോടെ ഹാപ്പിയായിട്ട് സന്തോഷത്തോടെ ജീവിച്ചുകൊണ്ടിരുന്ന ഞാൻ എൻ്റെ ഫ്ലാറ്റിൻ്റെ ചുറ്റിലും ആളുകളെ വെച്ചിട്ട് എപ്പോഴും പോലീസിനോട് വിവരം അറിയിച്ച് എൻ്റെ ത്രെട്ടനിങ്ങും പറഞ്ഞ് പോലീസുകാരും വന്ന് അങ്ങനെയൊക്കെയാണ് എൻ്റെ ലൈഫിൻ്റെ ഒരു ജേണി പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഞാൻ എത്ര നാളാണ് ഈ സ്ത്രീയെ പറഞ്ഞ അലിഗേഷൻസ് പൊതുസമൂഹം എന്നെ അറ്റാക്ക് ചെയ്യുന്നതോടൊപ്പം ഞാൻ കൊണ്ടുപോകേണ്ടത്? എൻ്റെ ജീവനും വല്ല ഭീഷണിയും ഈ രീതിയിൽ വന്നിട്ടും ഇത്രയും വലിയ രീതിയിൽ ഞാനത് പറയുമ്പോഴത്തേക്കും ഇവിടുത്തെ സിസ്റ്റമോ ഒന്നും അത് കാണാതെ പോകുന്നത് എന്തുകൊണ്ടായിരിക്കും? ഇവിടുത്തെ ആഭ്യന്തര വകുപ്പിനോട് കൃത്യമായി പറയണം, എൻ്റെ ജീവന് ഭീഷണിയുണ്ട്. അത് ഈ പറഞ്ഞ റസൂൽ പൂക്കുട്ടി സജന എൻ്റെ ജീവന് ഭീഷണിയുണ്ട്. അത് എനിക്കൊരു രീതിയിലും അതിനെ തള്ളി പറയാനും പറ്റത്തില്ല. ഇത് ചില്ലറ കാര്യമായിട്ടോ നിസ്സാരമായിട്ടുള്ള വിഷയമായിട്ടോ കാണരുത്. എനിക്ക് പഠിക്കുന്ന ഒരു മകനുണ്ട്, എൻ്റെ വീട്ടിൽ എൻ്റെ ഉമ്മ. അപ്പോൾ എനിക്ക് ഇവരൊക്കെ എന്ന് പറയുന്നത് എനിക്ക് അത്രയും വേണ്ടപ്പെട്ടവരാണ്. അവർ ഉത്തരവാദിത്തത്തോടെ നോക്കേണ്ട റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അപ്പോൾ ഞാനൊരു പിന്നെ എനിക്ക് മനസ്സിലായ ഒരു കാര്യം പറയണമെന്നുണ്ട്. തുടക്കം തൊട്ട് ഇപ്പം നമ്മൾ വീഡിയോ ഒക്കെ ചെയ്തു പോകുന്നുണ്ട്. സജന പറയുന്നു ഇന്നാള് ഫിറോസിനെ പറ്റി ഒന്ന് എന്ന് പറഞ്ഞെല്ലാം കൂടെ കൂടി കരഞ്ഞു കൂവി അങ്ങനെ ഇരുന്നൊക്കെ കുറെ വീഡിയോ ഇട്ടില്ലേ. അതിനകത്തൊക്കെ കുറെ ഞാൻ ഫിറോസിനെ പറ്റി സജന പറഞ്ഞൊക്കെ വിശ്വാസത്തിലെടുത്തിരുന്നു. പക്ഷെ ഇപ്പം ഞാൻ പറയാം, സജന വാ തുറക്കുന്ന ഒന്നും വിശ്വാസത്തിലെടുക്കത്തില്ല. അനുഭവമാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. ഈ അടുത്തൊരു സംഭവം ഉണ്ടായി. ഒരു ഫിറോസ് ഒരു 17 വയസ്സുള്ള പെൺകുട്ടിയായിട്ട് റിലേഷൻ ഉണ്ടായിട്ട് ആ കുട്ടിയോട് സജന സംസാരിക്കുന്നു. ആ കുട്ടിയുടെ പേര് സജന അങ്ങോട്ട് ചോദിക്കുമ്പോൾ ആ കുട്ടി പേര് പറയുന്നതുമായിട്ടുള്ള ഒരു വോയിസ് ഒരു യൂട്യൂബ് ചാനൽ വഴി പുറത്തു വന്നിരുന്നു. അത് എല്ലാവരും മിക്ക യൂട്യൂബേഴ്സും അതെടുത്ത് വീഡിയോ ചെയ്യുന്നു. 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കിന് സജന വന്ന് ഒരു വീഡിയോ ഇട്ടിരിക്കുന്നു.
ഇങ്ങനെ ഒരു വോയിസ് എല്ലാവരും നിങ്ങൾ റിയാക്ഷൻ ചാനലുകാരെല്ലാം എടുത്ത് ഇടുന്നുണ്ടെങ്കിൽ നിങ്ങൾ സൂക്ഷിച്ചോ, നിങ്ങളുടെയൊക്കെ പേര് കേസ് വരുന്നതായിരിക്കും. അത് ആ നിയമം അങ്ങനെയുണ്ട്. കാരണം അതിജീവിതാന്നേ പറയാൻ പാടുള്ളൂ. ആ കുട്ടിയുടെ പേര് അതിൻ്റെ അകത്ത് പറയുന്നുണ്ട്. പിന്നെ 17 വയസ്സ് താഴെയുള്ള കേസാണല്ലോ, ആ പേരറിയാലോ. പേര് യൂട്യൂബിൽ എപ്പോഴും പറയുന്നത് ശരിയാവില്ല, അതുകൊണ്ട് ഞാൻ പറയാത്ത. അപ്പം ആ വകുപ്പിൽപ്പെടുന്നതാണ്. അങ്ങനെയാണ് ഇങ്ങനെയാണ് നിങ്ങളെല്ലാം തൂങ്ങും. എനിക്ക് കുഴപ്പമൊന്നുമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനത് ആർക്കും കൊടുത്തിട്ടില്ല. സജന പറയുന്ന ഞാനത് ആർക്കും കൊടുത്തിട്ടില്ല. അത് എന്റെ ഏറ്റവും അടുത്ത 2 സുഹൃത്തുക്കൾ കൊടുത്തു. പക്ഷെ അവർക്ക് ഈ നിയമം അറിയാവുന്നതുകൊണ്ട് അവരത് പബ്ലിക് ആക്കിയില്ല, അവര് രഹസ്യമായിട്ട് വെച്ചു. പക്ഷെ ദിയാസനയുടെ കയ്യിൽ ആ വോയിസ് എത്തി. ദിയാസനയാണ് ആ യൂട്യൂബർക്ക് കൊടുത്തത്. അങ്ങനെ അത് വെളിയിൽ വന്നു എന്ന് പറഞ്ഞു. അപ്പൊ ഇതിന്റെ അകത്തുനിന്ന് എനിക്ക് സത്യാവസ്ഥ മനസ്സിലായി. അത് ഏത് യൂട്യൂബർ വെളിയിലിട്ടോ ആ സമയത്ത് ഞങ്ങൾ എല്ലാവരും കണ്ടാണ്. ഞങ്ങൾ പല യൂട്യൂബേഴ്സ് അപ്പൊ തന്നെ അതിനടുത്ത് സംസാരിച്ചിട്ടുണ്ട്. ഇത് ഇങ്ങനെ ആ പേര് പറഞ്ഞ പ്രശ്നമാകും എന്ന് ഞങ്ങൾ സംസാരിച്ചതാണ് ആ വിഷയത്തെക്കുറിച്ച്. ഞാനൊന്നും ആ വീഡിയോ എടുത്തിട്ടില്ല. അങ്ങനെ പറയുമ്പം ഈ സജന പറഞ്ഞില്ലേ, ഇത് ദിയാസനയാണ് ആ വോയിസ് ആ യൂട്യൂബർക്ക് കൊടുത്തത്. സത്യം പറഞ്ഞാൽ ദിയാസനയും ആ യൂട്യൂബറും ശത്രുക്കളാ. ഇപ്പോഴും സോഷ്യൽ മീഡിയ അവർ തമ്മിൽ വഴക്ക് പിടിച്ചുകൊണ്ടേ ഇരിക്കുന്നതാണ്. ആ സമയത്ത് ദിയാസന അവർക്കെടുത്ത് വോയിസ് കൊടുക്കും. ഇതാരാ കൊടുത്തെന്ന് പച്ചവെള്ളം പോലെ ഏതൊരു കുഞ്ഞു പിള്ളേർക്ക് പോലും മനസ്സിലാകാവുന്ന ഒരു കാര്യത്തെ സജന വന്ന് വളച്ചൊടിച്ച് സോഷ്യൽ മീഡിയ സംസാരിക്കുമ്പോൾ സജനയുടെ വിചാരം എന്താണ്? ഇവിടെ കേട്ടോണ്ടിരിക്കുന്ന ഒരു മുഴുവൻ തലയിൽ ആൾതാമസം ഇല്ലാത്തവരും സോഷ്യൽ മീഡിയ നടക്കുന്നൊന്നും അവർക്ക് അറിയത്തില്ലെന്നും എനിക്ക് മാത്രമേ ബുദ്ധിയുള്ളൂ, ഞാൻ മാത്രമേ ചോറുണ്ടെന്നുള്ളൂ എന്നുള്ള വിചാരത്തിലാണ് എന്തും അങ്ങ് തട്ടിവിട്ടേക്കാന്നുള്ള രീതിയിൽ ചുമ്മാതെ കൊള്ളം തന്നെ അങ്ങ് പടച്ചു വിടുക. ദിയാസന മനസ്സാ വാച അറിയാത്ത കാര്യമാണ് ആ വോയിസ്. ഫിറോസിന്റെ ആ ഒരു പെങ്കൊച്ചിനോട് സംസാരിച്ച സജന ആ വോയിസ് എങ്ങനെയോ ദിയാസന കൈക്കലാക്കിയിട്ട് ദിയാസനയാണ് പബ്ലിക് ആക്കിയത്. അതിന്റെ സത്യാവസ്ഥ നേരിട്ട് അറിയാവുന്ന ആളാണ് ഞങ്ങളൊക്കെ, കുറെ യൂട്യൂബേഴ്സ്. അത് കാരണം എനിക്ക് അന്ന് മനസ്സിലായി സജന വാ തുറന്ന ഇങ്ങനെ ആയിരിക്കില്ല എല്ലാ കാര്യവും വളച്ചൊടിക്കുന്നേ എന്നുള്ള സത്യം അന്ന് മനസ്സിലായി. അതിന് മുന്നേയൊക്കെ കുറെ അധികം കാര്യങ്ങളൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ ചിലപ്പോൾ ശരിയായിരിക്കാം, സജന ഒരു പൊട്ടിപ്പെണ്ണു പോലെ ഉള്ളത് നിഷ്കളങ്കമായിട്ട് അങ്ങ് പറയുവാണ്, ഇങ്ങനെയൊക്കെയായിരുന്നു എന്റെ ഒരു വിശ്വാസം. പക്ഷെ വാ തുറന്ന നുണ മാത്രമേ പറയുള്ളൂ എന്നുള്ള ഒറ്റ അനുഭവത്തിൽ നിന്ന് മനസ്സിലായി. കാരണം എങ്ങനെയെല്ലാമോ ദിയാസനയുടെ പേരില് കുറെ അധികം കൊണ്ട് കുറ്റമിടാവോ അതിനാണ് ശ്രമിക്കുന്നത്. ആ നുണ പറയാൻ യാതൊരു ചളുപ്പുമില്ല. സോഷ്യൽ മീഡിയ വന്ന എന്തോരം ആൾക്കാർ, പല ടൈപ്പ് ആൾക്കാരല്ലേ സോഷ്യൽ മീഡിയ ജനങ്ങൾ, ആ പൊതുജനത്തിനോടാണ് ഇത് വന്ന് പറയുന്നത്. അപ്പൊ എന്തോ ഒരു അഹംഭാവം ഉള്ളിലുണ്ട്. ഞാനൊരു വ്യക്തിയാണ്, എനിക്ക് മാത്രമേ ബുദ്ധിയുള്ളൂ, ഞാൻ എന്ത് പറഞ്ഞാലും ജനം അതങ്ങ് വിശ്വസിച്ചോളൂ, അവർക്ക് ആർക്കും ബുദ്ധിയില്ല, അല്ലെ അവരിതൊന്നും ശ്രദ്ധിക്കുന്നില്ല, ഇങ്ങനെയൊക്കെയുള്ള ഒരു ആത്മവിശ്വാസം കൊണ്ടല്ലേ ഇത്ര വലിയ നുണ പടച്ചുവിടാൻ പറ്റുന്നത്. അല്ല പിന്നെ വട്ടായിരിക്കണം. അപ്പം അടുത്ത നമുക്ക് കേൾക്കാം. ഈ ദിയാസന ഇന്നലെ ഇട്ട ഒരു ലൈവിന്റെ ഭാഗമാണ്. ഞാനിരുന്നോണ്ട് പറയട്ടെ, സജ്ന നൂറിന് HIV പോസിറ്റീവ് ആണെന്ന് ഒരു പ്രാവശ്യം അവള് അന്വേഷിക്കണം, ചെക്ക് ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളടുത്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അത് എന്താണെന്ന് അറിഞ്ഞുകൂടാ. ഇയാൾ ഭയങ്കര പ്രശ്നമാണ്, ഇയാൾക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, ഈ റസൂൽ പൂക്കുട്ടി ഒരുപാട് പെണ്ണുങ്ങളായിട്ട് റിലേഷൻഷിപ്പ് ഉണ്ട്, എടി ഇവൾക്ക് ആയിട്ടാണ് ഇയാളുടെ റിലേഷൻഷിപ്പ്. അത് നിങ്ങൾ ഓഡിയോ കേട്ടിട്ടുണ്ടാവും. അത്രയും ആളുകളുടെ റിലേഷൻഷിപ്പ് ഉണ്ട്. അപ്പൊ എനിക്ക് വല്ല അസുഖം വരുമെന്നൊരു എനിക്ക് പേടിയുണ്ട്, എനിക്കൊരു ചെക്കിങ് നടത്തണം എന്നൊക്കെ അവൾ പറഞ്ഞു. ഈ സാധനങ്ങളൊക്കെ പബ്ലിഷ് ചെയ്ത് ഞാൻ ഇവള് പറഞ്ഞ വിഷയത്തെ വളരെ ഗൗരവമായിട്ട് കണ്ട ആളുകളുടെ മുമ്പിലേക്ക് കോട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ ആളുകൾ അതെങ്ങനെ എടുക്കുന്നത്? ആളുകൾ അതിന് ടംനെയിൽ ഉണ്ടാക്കിക്കൊണ്ടുവരും. ഞാൻ ഒരിക്കലും അത്തരത്തിലൊരു സാധനം ചെയ്തില്ല. ബട്ട് ഇന്ന് ഇതിവിടെ എനിക്ക് സംസാരിക്കേണ്ടി വരുന്നത് അവളുടെ ആ ഒരു സ്റ്റേറ്റ്മെന്റ്, എസ്പെഷ്യലി ബിഗ് ബോസ് കണ്ടസ്റ്റന്റ് ആയിരുന്നത് കൊണ്ട് തന്നെ, ആ സർക്കിളുകളിൽ ഞാൻ ഉണ്ടായിരുന്നത് ആളുകൾക്ക് അറിയാമെന്നുള്ളത് കൊണ്ട് തന്നെ ആ സ്റ്റേറ്റ്മെന്റ് എന്നെ ബാധിച്ചത് 24 മണിക്കൂറുകളാണ്. അപ്പം സജിനയുടെയും റസൂൽ പൂക്കുട്ടിയുടെയും കാട്ടവരാത അവിഹിതങ്ങൾ മറയ്ക്കാൻ വേണ്ടി ദിയാസനയെ കരുവാക്കിക്കൊണ്ട് കാണിച്ച ഈ ഒരു നടപടി, അതിനെതിരെ കൃത്യമായിട്ട് ഞാൻ മൂവ് ചെയ്തിട്ടുണ്ട്. ഞാൻ അപ്പൊ പറഞ്ഞു കേട്ടോ, അയാളെ പറയുന്ന കേട്ടോ, പ്രായത്തിൽ കവിഞ്ഞ സ്ത്രീകളെ കുറിച്ച്, സ്ത്രീകളെ വെച്ചൊക്കെ പ്രായത്തിൽ കൂടിയ സ്ത്രീകളെ വരെ അയാൾക്ക് താല്പര്യം എന്ന് പറയുന്നു. പിന്നെ കണ്ടമാനം എല്ലാ സ്ത്രീകളുടെയും കൂടെ പോകുന്നതുകൊണ്ട് അയാൾക്ക് എയ്ഡ്സ് ഉണ്ടാവാം എന്ന് പറയുന്നു. ഇതെല്ലാം സജന വന്ന് ഇവരോട് പറഞ്ഞിട്ടുള്ള കാര്യമാണ് വെളിയിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അയാളെ എന്തോരം അവമാനിക്കുന്നത്, അതിനൊന്നും ഒരു കുഴപ്പമില്ലെന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. പിന്നെ ഇവരിതെല്ലാം ഇപ്പൊ ഈ MDMA എന്നൊക്കെ പറഞ്ഞ് ദിയാസനെ കൊണ്ട് പെടുത്താൻ ശ്രമിക്കുന്നത് ഇവരുടെ ഈ അവിഹിതം ഒത്തിരി ചർച്ചയാവാതിരിക്കാനും, പിന്നെ ഈ പറയുന്ന ഫ്രണ്ട്ഷിപ്പ് ഉണ്ടല്ലോ ഇതുങ്ങളെല്ലാരും ഒരു കെട്ട, അതിൽ പലരുടെ കയ്യില് പല തെളിവുകളുണ്ട്, അതൊന്നും ഇവർ പുറത്തു വിടാതിരിക്കാനും ദിയാസനയുടെയൊക്കെ വാ അടപ്പിക്കാനും വേണ്ടിയുള്ള പരിപാടിയാണെന്നാണ് പറയുന്നത്.
പറയുന്നത്. ഇനി ദിയാസനയുടെ ഇനി റസൂൽ പൂക്കുട്ടിയുടെ വൈഫിന്റെ ഒരു അവസ്ഥ, ഞാൻ ആ ഒരു ഭാഗം നിങ്ങളെ കേൾപ്പിക്കും. കാരണം ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന ഈ കേസ് എപ്പോൾ വീഡിയോ ചെയ്യുമ്പോഴും, ഞാൻ ആരുടെ വീഡിയോ കേൾക്കുമ്പോഴും ഞാൻ ശ്രദ്ധിക്കുന്നത് എന്താ വെച്ചാൽ, ആ ഒരു സ്ത്രീക്ക് അസുഖമായിട്ട് കിടക്കുക. ഈ കോലാഹലങ്ങൾ മുഴുവൻ അവരറിയുന്നുണ്ട്. അവരുടെ തലച്ചോറിന് കുഴപ്പമൊന്നുമില്ല, ഇതെല്ലാം അറിയുന്നുണ്ട്. അവരവരുടെ ശരീരത്തിൽ നിന്ന് ജീവൻ ഒന്ന് വേർപെട്ടോട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. നമ്മൾ സ്ത്രീകളാണ്, നമുക്കറിയാം ഒരു സ്ത്രീയുടെ മനസ്സ്. സ്വന്തം ഭർത്താവിന് മറ്റൊരു അഭിഹിത ബന്ധവും അതിന്റെ പേര് കലിവില്, അതിന്റെ പേര് അടിപിടിയും കൂടിക്കൊണ്ടിരിക്കുക, സോഷ്യൽ മീഡിയ പെണ്ണുങ്ങൾ തമ്മിൽ അടിയാ എന്നൊക്കെ അവരറിയുമ്പോഴത്തെ അവരുടെ ഒരു മാനസികാവസ്ഥ അത് ദിയാസനയ്ക്കും മനസ്സിലായിട്ടുണ്ട്. പക്ഷെ പറയാൻ നിവൃത്തിയില്ല എന്ന് പുള്ളിക്കാരത്തി പറയുന്നുണ്ട്. അല്ല, നമ്മളാരും അല്ല ഒന്നും ചെയ്യുന്നത്, മനസ്സിലായില്ലേ? ആ സ്ത്രീയുടെ അവസ്ഥ ആലോചിച്ചിട്ട് നമുക്ക് പ്രശ്നമുണ്ട്. എനിക്ക് നല്ല ബുദ്ധിമുട്ടുണ്ട്. എൻ്റെ അടുത്ത് അവരുടെ ഒരു സുഹൃത്ത് വിളിച്ചിട്ട് പറയാണ് അവര് വലിയ പ്രശ്നത്തിലാണെന്ന്. അവരുടെ അവസ്ഥ ഭയങ്കര ഡേഞ്ചറാണ് ദിയ. ഇവിടെ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന സാധനങ്ങളൊക്കെ അവർക്ക് വല്ലാത്ത രീതിയിൽ ബാധിക്കുന്നുണ്ട്. ഒരു രീതിയിൽ അവർക്ക് മാനസികമായിട്ട് ഓക്കെ അല്ല അവര്. എനിക്ക് സങ്കടമുണ്ട് ഗൈസ്, എനിക്ക് വളരെ വലിയ സങ്കടമുണ്ട്. പക്ഷെ എന്ത് ചെയ്യാനാണ് ഷാദിത്ത, ഞങ്ങളെ കൊണ്ടൊന്നിനും പറ്റില്ല. ഈ സ്ത്രീ ഈ പുരുഷനും കാണിച്ചുകൊണ്ടിരിക്കുന്ന വൃത്തികേട്ടിന് എനിക്ക് സംസാരിക്കാൻ നിവൃത്തിയില്ല. എന്റെ കാര്യമല്ലേ ഞാൻ ആദ്യം ക്ലിയർ ചെയ്യേണ്ടത്? ഞാനല്ലേ സമൂഹത്തിന്റെ മുമ്പിൽ അപമാനിക്കപ്പെട്ടത്? ഈ കണ്ട കാട്ടവരാതെ മുഴുവനും കാണിച്ചുകൊണ്ടിരിക്കണം ഇവളെ സംബന്ധിച്ചിടത്തോളം, എന്നെ സംബന്ധിച്ചിടത്തോളം നോക്കുമ്പോൾ ഞാനല്ലേ അപമാനിക്കപ്പെട്ടത്? എവിടെ റസൂൽ പൂക്കുട്ടിയും സജിന എവിടെ? ദിയാസനെ പൊക്കിക്കൊണ്ടുവരാൻ ആൾക്കാര്, ദിയാസനയ്ക്ക് സപ്പോർട്ട് കിട്ടുന്നുണ്ട്. ഓക്കെ, ഞാൻ ഒരു പരിധി വരെ ഒരു കാര്യം ആലോചിച്ചു. നമ്മളൊക്കെ സാധാരണക്കാരാണ്. പക്ഷെ നമുക്കിപ്പോ ഒരു ചെറിയ ഓപ്പറേഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നേരിയ പനി പോലും വന്നാൽ നമ്മളെ സംരക്ഷിക്കാൻ മക്കളും ഹസ്ബൻഡും എല്ലാവരും നല്ല സ്നേഹത്തോടെ നമുക്ക് ചുറ്റും ഉണ്ടാവും. മാനസികമായിട്ടാണെങ്കിലും ശാരീരികമായിട്ടാണെങ്കിലും നമുക്കൊരു ബുദ്ധിമുട്ട് ഉണ്ടാക്കാതിരിക്കായിരിക്കും. നമ്മൾ വെറും സാധാരണക്കാരായ ആൾക്കാരാണ്. പക്ഷേ ഓസ്കാർ ജേതാവ്, അതിന്റെ വൈഫ്, ഹൈ സൊസൈറ്റി, പണം, പ്രസക്തി എല്ലാം ഉള്ള ഒരാളുടെ വൈഫിന്റെ മാനസികാവസ്ഥ ഇന്ന് കടന്നു പോകുന്നു എന്ന് ആലോചിച്ച് നമ്മൾ മറ്റുള്ള ചിലരുടെയൊക്കെ ഭാഗ്യം കണ്ട് കണ്ണു തള്ളാറുണ്ട്. പക്ഷെ ആ സ്ത്രീയുടെ മാനസികാവസ്ഥയൊന്ന് ആലോചിച്ച്, ശരീരത്തിൽ ആരോഗ്യമുള്ള ശരീരത്തിലെ ആരോഗ്യമുള്ള ഒരു മനസ്സുണ്ടാവുള്ളൂ. ശരീരത്തിന് അവർക്കിപ്പോൾ ആരോഗ്യം ഇല്ലാത്ത അവസ്ഥയാണ്. അപ്പൊ അവർക്ക് മാനസികമായിട്ട് ഒരു പവറും ഉണ്ടാവില്ല. ആ സമയത്ത് ഇതുങ്ങളെല്ലാം കൂടെ കിടന്ന്, ഞാൻ ഇന്നാളത്തെ വീഡിയോയിലും പറഞ്ഞു, സജനിനെ എന്തെല്ലാം വെട്ടിപ്പിടിച്ച് എന്തെല്ലാം നേടി മക്കളെ ചേർത്ത് പിടിക്കുന്നു. എന്റെ മക്കൾ ഇങ്ങനെയൊന്നും പറയുന്നേ കാര്യമില്ല. പ്രവൃത്തിയാണ് നന്നാവണ്ടേ. എന്റെ മക്കളെന്നും പറഞ്ഞ് അങ്ങനെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു സ്ത്രീയുടെ കണ്ണീരിന് തീയുടെ ചൂട് കാണും. ആ സ്ത്രീയുടെ കണ്ണീരിന് കത്തിപ്പോവുകയുള്ളൂ എന്നേ എനിക്ക് പറയാനുള്ളൂ. പിന്നെ ഇവർക്കൊന്നും ബോധവും പൊക്കണമൊന്നും ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. ഇനി ഈ പെൺകുട്ടി സജനയുടെ വൃത്തികെട്ട സ്വഭാവം പറയുന്നേക്കാം. കാണിച്ച് കുറെ ആളുകളെ കൂടെ പോയി കുറെ ആളുകളെ പണം തട്ടിപ്പ് നടത്തി കുറെ ആളുകളെ പറ്റിച്ചും കുറെ ആളുകളെ വെട്ടിച്ചും ഒന്നുമല്ല എന്റെ ജീവിതം എന്ന് പറയുന്നത്. ഇവിടെ റസൂൽ പൂക്കുട്ടി ഇരിക്കുമ്പോഴും അപ്പുറത്ത് 2-3 എണ്ണത്തിന് വെച്ചോണ്ടിരുന്നിട്ട് തന്നെയാണ് അവളെ പരിപാടി. അവൾ എത്ര ലക്ഷം രൂപ ആരൊക്കെ കയ്യിൽ നിന്ന് എവിടെ നിന്നൊക്കെ വാങ്ങിച്ചിട്ടുണ്ടെന്നുള്ളതിന്റെ പ്രൂഫ് ഉൾപ്പെടെ എന്റെ കയ്യിലിരിപ്പുണ്ട്. അതുകൊണ്ട് സജിന ചേച്ചിയല്ല റസൂൽ പൂക്കുട്ടി. സജിന ചേച്ചിയുടെ ഒരു തേങ്ങയുമില്ല. റസൂൽ പൂക്കുട്ടി പറ്റിക്കാൻ കൊടുത്തത്. ഇപ്പോഴും റസൂൽ പൂക്കുട്ടിയുടെ വിചാരം വയറ്റി കിടക്കുന്നത് റസൂൽ പൂക്കുട്ടിയുടെ ആണെന്ന് പോലും അറിഞ്ഞൂടാ ശരിക്കും. എന്നിട്ട് റസൂൽ പൂക്കുട്ടി വരണ്ടിട്ട് നിൽക്കുക. കാരണം എന്താണെന്നറിയോ, റസൂൽ പൂക്കുട്ടി അങ്ങനെ സജിനക്കെതിരെ ഏതെങ്കിലും രീതിയിൽ തിരിഞ്ഞെന്നങ്ങനെ കണ്ട പിന്നെ റസൂൽ പൂക്കുട്ടി പോയി ആത്മഹത്യ ചെയ്താൽ മതി. അതുകൊണ്ടിട്ട് റസൂൽ പൂക്കുട്ടി പേടിച്ച് മുള്ളി ഇങ്ങനെ ഇരിക്കും. റസൂൽ പൂക്കുട്ടി മുള്ളി ഇരിക്കുന്നതോറും റസൂൽ പൂക്കുട്ടിയുടെ ഭാര്യനെ റസൂൽ പൂക്കുട്ടി കൊന്നുകൊണ്ടിരിക്കുകയാണ്. അത്രേ ഉള്ളൂ. അല്ലാതെ നമ്മളാരും അല്ല ഒന്നും ചെയ്യുന്നത്, മനസ്സിലായില്ലേ? ആ സ്ത്രീയുടെ അവസ്ഥ ആലോചിച്ചിട്ട് നമുക്ക് പ്രശ്നമുണ്ട്. എനിക്ക് നല്ല ബുദ്ധിമുട്ടുണ്ട്. എൻ്റെ അടുത്ത് അവരുടെ ഒരു സുഹൃത്ത് വിളിച്ചിട്ട് പറയാണ് അവര് വലിയ പ്രശ്നത്തിലാണെന്ന്. അവരുടെ അവസ്ഥ ഭയങ്കര ഡേഞ്ചറാണ് ദിയ. ഇവിടെ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന സാധനങ്ങളൊക്കെ അവർക്ക് വല്ലാത്ത രീതിയിൽ ബാധിക്കുന്നുണ്ട്. ഒരു രീതിയിൽ അവർക്ക് മാനസികമായിട്ട് ഓക്കെ അല്ല അവര്. എനിക്ക് സങ്കടമുണ്ട് ഗൈസ്, എനിക്ക് വളരെ വലിയ സങ്കടമുണ്ട്. പക്ഷെ എന്ത് ചെയ്യാനാണ് ഷാദിത്ത, ഞങ്ങളെ കൊണ്ടൊന്നിനും പറ്റില്ല. ഈ സ്ത്രീ ഈ പുരുഷനും കാണിച്ചുകൊണ്ടിരിക്കുന്ന വൃത്തികേട്ടിന് എനിക്ക് സംസാരിക്കാൻ നിവൃത്തിയില്ല. എന്റെ കാര്യമല്ലേ ഞാൻ ആദ്യം ക്ലിയർ ചെയ്യേണ്ടത്? ഞാനല്ലേ സമൂഹത്തിന്റെ മുമ്പിൽ അപമാനിക്കപ്പെട്ടത്? ഈ കണ്ട
ശരിക്കും ഇപ്പൊ ദിയാസന പറയുന്ന ഒരു വാക്ക് ശരിയാ. റസൂൽ പൂക്കുട്ടി ഈ സ്ത്രീ വിഷയം കാരണം അയാള് താലി കെട്ടിക്കൊണ്ടുവന്ന അയാളുടെ മക്കളുടെ ഭാര്യയായിട്ട് അയാൾക്കൊപ്പം സുഖത്തിലും ദുഃഖത്തിലും ജീവിച്ചു വന്ന ഒരു സ്ത്രീയെ ഒരു കാരണവും ഇല്ലാതെ, അതായത് ആ സ്ത്രീയുടെ ഭാഗത്തുനിന്ന് ഇയാൾക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകാതിരിക്കുന്ന ഇതിൽ വെറും മാംസത്തിനോടുള്ള ദാഹം കൊണ്ട് പോയിട്ട് ആ സ്ത്രീയെ ഇയാൾ കൊന്നുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ അതിനൊക്കെ നമ്മുടെ രാജ്യത്ത് വല്ല നിയമവും കൊണ്ടുവന്നിട്ട് ഇതിനെയൊക്കെ പിടിച്ച് അകത്തിടണം. അതാണ് വേണ്ടത്. അല്ലാതെ ഇപ്പൊ അയാൾ വീണ്ടും വീണ്ടും ഇത്രയും ചീഞ്ഞു നാറിയിട്ടും അയാൾ ഇമേജ് പോകാതിരിക്കാൻ വേണ്ടി വീണ്ടും വീണ്ടും ദിയാസനയുടെ വായടപ്പിക്കാൻ നോക്കുന്നു. അപ്പൊ അതിന്റെ അകത്തുനിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു വശമുണ്ട്. ഇപ്പം നമ്മൾ കേട്ടതൊന്നുമല്ല, കേട്ടതിന്റെയൊക്കെ പത്തരട്ടി മറ്റെന്തോ സംഭവങ്ങളൊക്കെ ഇവരുടെയൊക്കെ കയ്യിലുണ്ട്. അതാണ് വായടപ്പിക്കാനും കൊന്നുകളയാനും ഒക്കെ നോക്കുന്നത്. ഇപ്പൊ ഫ്ളാറ്റ് എവിടെയാണ്, ഫ്ളാറ്റിൽ എത്ര മുറിയുണ്ടെന്നൊക്കെ നോക്കുന്നു. അതോടൊപ്പം ദിയാസനയുടെ ഏറ്റവും ശത്രുവായ ഒരാളെ കണ്ടെത്തുന്നു. എന്നിട്ട് അയാളെ കൊണ്ട് ഫോൺ ചെയ്യിക്കുന്നു. നിന്നെ മറ്റാരുമല്ല നിന്നെ തീർക്കാൻ പോകുന്നത്, ഞാനാണ് തീർക്കാൻ പോകുന്നത് എന്നുള്ള രീതി പറയിക്കുന്നു. അതോടൊപ്പം സജന കഴിഞ്ഞ ദിവസം ദിയാസനയെ വിളിച്ചിട്ട് ചട്ടിയും കലമല്ലേ തട്ടിമുട്ടിയിരിക്കും, അതൊക്കെ വിട് എന്നുള്ള രീതി പറഞ്ഞ്. അപ്പൊ ഈ സോഷ്യൽ മീഡിയയിൽ ഇത്രയും ദിവസം MDMA ഉപയോഗിക്കുന്നു, MDMA വിൽക്കുന്നു എന്നെല്ലാം പറഞ്ഞ് ദിയാസനയെ പറ്റി പറഞ്ഞു വരുത്തുന്നു. മന്ത്രിയോട് ആവശ്യപ്പെടുന്നു. അതെല്ലാം ചെയ്തേച്ച് അപ്പുറത്ത് വശത്ത് വിളിച്ചിട്ട് എല്ലാം അതൊക്കെ തട്ടിമുട്ടിയിരിക്കും എന്നുള്ള രീതിയിലും പറയുകയും ചെടുക്കുകയും ചെയ്യുന്നു. ഒന്നെങ്കിൽ പ്രാന്താണ് അല്ലെങ്കിൽ അതിബുദ്ധിയാണ് എന്ന് വേണം പറയാൻ. അപ്പൊ ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ കാണാം.